Good morning to all. Good morning, ma'am. Good morning, Miss. Good morning. Morning, ma'am. Good morning, ma'am. Okay. Good morning, Good ma'am. morning, ma'am. Yeah. Okay. Good morning, ma'am. Yeah. Okay. So let's start the session with prayer, thought of today, and sign. നിത്യവിരതിശയതത്വപ്രകാശമേ ന്യായപ്രമാണത്തിൻ സാക്ഷാത്കാരമേ ദാനതമതയ ആദികർമ്മങ്ങളെ നിത്യവും പാലിക്കാൻ അനുഗ്രഹിക്കൂ നിത്യവും പാലിക്കാൻ അനുഗ്രഹിക്കൂ നിത്യവിരതിശയ സത്യപ്രകാശമേ ന്യായപ്രമാണത്തിൻ സാക്ഷാത്കാരമേ ദാനതമതയ ആദികർമ്മങ്ങളെ നിത്യവും പാലിക്കാൻ അനുഗ്രഹിക്കൂ നിത്യവും പാലിക്കാൻ അനുഗ്രഹിക്കൂ. Okay. And then next. Okay, next എന്താണ് കരുത്തിരിയാണോ അല്ലെങ്കിൽ സൈനിലാണോ കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. Okay, don't waste your time. എന്താണ് കവർത്രി ഉണ്ടോ? വിട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. ടൈം വേസ്റ്റ് ചെയ്യല്ലേ. Newspaper reading. എന്തോ? Newspaper reading. Okay. നമസ്കാരം. കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോകം കണ്ട പ്രധാന സംഭവ വികാസങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കാം. ഞാൻ ഷിബിത ഹനീഷ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വേനൽ മഴയിലും ആശ്വാസം കിട്ടാതെ വലഞ്ഞ് കേരളം. കത്തിക്കയറി ചെറുനാരങ്ങ തണ്ണിമത്തൻ വിലകൾ. മണിപ്പൂരിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി VBG റാംജി പദ്ധതി ഉടൻ നടപ്പാക്കാൻ നീക്കം. തൊഴിൽ ദിവസങ്ങൾ 125 ഉയർത്തും. കൂലി വർധനയ്ക്കും സാധ്യത. തൊഴിൽ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ എന്ന് GPS ഉപയോഗിച്ച് നിരീക്ഷിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രാൻസ്ഷിപ്മെന്റിനായി വിഴിഞ്ഞത്തെ ലക്ഷ്യമിട്ട് വമ്പൻ കമ്പനികൾ. ഭീഷണികളുടെ നിഴലിൽ ചർച്ചയ്ക്കില്ലെന്ന നിലപാട് കടുപ്പിച്ച് ഇറാൻ. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തമിഴ്നാടും പശ്ചിമ ബംഗാളും. ആപ്പിൾ ബ്രാൻഡ് CEO സ്ഥാനം രാജിവെച്ച് ടിം കുക്ക്. ജോൺ ടേണേഴ്സ് പുതിയ CEO. വിഖ്യാത ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞൻ ഡെസ്മണ്ട് മോറിസ് അന്തരിച്ചു. കായിക വാർത്തകൾ. വിജയവഴിയിൽ മുംബൈ. ഗുജറാത്തിനെ തകർത്തത് 99 റൺസിന്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചീഫ് സെലക്ടറായി അജിത് അഗാർക്കർ തുടരും. വാർത്തകളുടെ ലോകത്തു നിന്ന് തൽക്കാലം വിട. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Okay, okay, Shubida. Then എന്താണ് നെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? പറയൂ. മാം ആരുമില്ലാമെന്ന് തോന്നുന്നു, ക്ലാസ് തുടങ്ങാം.
സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ആരുമില്ല. മാം സൈൻ ഞാൻ പറഞ്ഞോട്ടെ? പറയൂ. Okay. My name is Silja. I am signing today. A very good morning to everyone. I am very happy to see you all together. I would like to extend a warm welcome to our respected teacher, Ashri Miss, and my dear friends. We hope you all enjoy this class and that it turn out to be a great success and a memorable one for all of us. We hope this day turn out to be amazing. Okay. With our program, sit back and enjoy. Yes. Yeah. Okay. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, കഴിഞ്ഞല്ല. ഓക്കെ, ഇന്ന് എന്റെ ക്ലാസ് അല്ല, അറിയാതെ നമുക്ക് എന്റെ ക്ലാസ് അല്ല. അപ്പൊ മിസ് എന്തെങ്കിലും ക്ലാസ്സിൽ വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചർ ലീവ് എന്തെങ്കിലും വന്നാല് ക്ലാസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. സോ അതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് അല്ല, ഇംഗ്ലീഷ് ക്ലാസ്സിന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നവരല്ല നിങ്ങൾ. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തത്, അല്ലെ? പ്രെയർ ആണെങ്കിൽ, സെക്രട്ടറി ആണെങ്കിൽ എല്ലാം. അപ്പൊ എന്താണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തത് വെച്ചാൽ അത് ക്ലാസ്സിൽ അപ്പൊ തന്നെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഈവൻ എന്റെ ക്ലാസ് ആണെങ്കിലും ഞാൻ പറയുന്നത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്ന ടൈം മുതൽ നിങ്ങൾ പ്രെയർ ചൊല്ലുക, തലശ്രീജി പറയാം, ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയാം, സൈനിങ് പറയാം. ഇത് എന്നോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ക്യാമറ ഓഫ് ആണെങ്കിൽ പോലും നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, കാരണം ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ വെറുതെ ക്യാമറ ഓൺ ചെയ്തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഓഫ് ചെയ്ത്, അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് ഞാൻ ഇവിടെ പോയത് കൊണ്ടല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. കാരണം ഇത് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ് ആകുമ്പോൾ ഭയങ്കര ലാഗ് വരും, ഒരുപാട് ടൈം വേസ്റ്റിംഗ് ആണത്. അതുകൊണ്ട് ഇനിയിപ്പോ ആരുമില്ല, പ്രേയർ ചൊല്ലാൻ ആരുമില്ല, തൊലഫ്ലേക്ക് ആരുമില്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ഹാൻഡ് ഓവർ ചെയ്ത് നിൽക്കാൻ നോക്കുക. ആരെങ്കിലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുക. ഓക്കെ, വേറെ ആ പ്രശ്നം പറഞ്ഞാൽ മാം ഇതൊക്കെ ജിഷ മിസ് ആദ്യമേ പറഞ്ഞിരിക്കണേ, എങ്ങനെ വൈകിപ്പിക്കണ്ട, വരുന്ന മുന്നേ വേഗം വേഗം പറഞ്ഞിട്ട് എത്രയോ വട്ടം പറഞ്ഞേക്കണം. ഇത് പിന്നെ ഇവർ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. പറയുമ്പോൾ ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്ത് ആൾക്കാരൊക്കെ തീരുമാനിക്കണുണ്ട്. പിന്നെ ഇവർ ഇങ്ങനെ മിസ് വരുമ്പോൾ പറയട്ടെ, പറയാനായോ അങ്ങനെ ചോദിച്ച ടൈം വെറുതെ കളയാണ്. ഇതൊക്കെ ആദ്യമേ എത്രയോ വട്ടം പറഞ്ഞിരിക്കണേ. ഗ്രൂപ്പിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്, പിന്നെ ഇവർ ഇവിടെ ഒന്ന് ഇങ്ങനെ കളിപ്പിക്കുക. ഇത് ഈ ക്ലാസ്സിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരാം, അത്രയേ ഉള്ളൂ. പറയാൻ ആരും ഒരു മടി കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇത് ലൈഫ് എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്, ഇതിനെപ്പോഴും പറയുന്ന കാര്യമാണ് കേട്ടോ. സോ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾക്ക് മടിയാണെങ്കിൽ വേറൊരാൾക്ക് ഏറ്റെടുക്കുക, ഇതിന് പറയാം എന്ന് പറയാം. എന്നോട് ചോദിക്കുകയേ വേണ്ട, മിസ് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ആര് പറഞ്ഞാലും എനിക്ക് സന്തോഷം മാത്രമാണ്. മനസ്സിലായോ? അപ്പോ അത് മാക്സിമം കണ്ടിന്യൂ ചെയ്യാം. ഒരിക്കലും ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കേട്ടല്ലോ എല്ലാവരും? ഇത് എന്നെ കൂടി ഇനിയും പറയിപ്പിക്കേണ്ട അവസ്ഥ വരരുത്, കാരണം പറയേണ്ട ആവശ്യം. ഇപ്പൊ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടി വരും, ഞാൻ സംസാരിക്കേണ്ടി വരും? ഇല്ലല്ലോ. അപ്പൊ നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ടീച്ചേഴ്സിന്റെ ക്ലാസ് വളരെ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർക്കറിയാം എത്ര ക്ലാസ് എടുക്കണം, എങ്ങനെ പോർഷൻസ് കൊണ്ടുപോകുന്ന എല്ലാ ടീച്ചേഴ്സിനും അറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടീസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കേട്ടല്ലോ? ഇനി ഒരു ടീച്ചേഴ്സിനെ കൊണ്ടും ഇത് പറയിപ്പിക്കേണ്ട അവസ്ഥ വരരുത് കേട്ടോ. കാരണം എല്ലാവർക്കും ടൈം അത്രയും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, ഇത് പറയുമ്പോൾ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞാണോ, ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, ചിന്തിച്ചാൽ പോലെ നിങ്ങൾ കൊച്ചു കുട്ടികളാണോ? അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാനും എല്ലാ കഴിവുകളും എല്ലാവർക്കും ഉണ്ട്, എല്ലാ കാര്യങ്ങളും അല്ല. ആരോ എന്ത് പറയുന്നതാണെങ്കിലും എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുകളുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും കേട്ടിരിക്കാൻ ബോറിംഗ് ആയിട്ട് തോന്നുന്നവരുണ്ട്. ഓക്കെ, പക്ഷെ ഇത് പറയേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി, അവിടെ തീരും എല്ലാ വിഷയവും. ഞാൻ ഇത്രയും എന്തിനു സംസാരിച്ചു? ഇത് ഞാൻ ക്ലാസ്സിൽ കയറുമ്പോ പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നാണോ? നിങ്ങളോട് ഇന്ന കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പ്ലാൻ ചെയ്ത് വന്നാലല്ലോ.
നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോ എനിക്കത് പറയേണ്ടി വന്നു. ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ആരാണ്? അത്രയും ചിന്തിച്ചാൽ മതി. ഓക്കെ, എല്ലാ ടീച്ചേഴ്സ് അങ്ങനെ തന്നെയാണ്. ഓരോ ക്ലാസ്സിലേക്ക് വരുമ്പോഴും നമ്മൾ ഇന്ന കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടില്ല വരുന്നത്. ഓക്കെ, എല്ലാ ക്ലാസ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് പോർഷൻസ് ഒരുപാട് സ്പീഡിൽ പോകണമെന്നൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഒരുപാട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ലാസ്റ്റ് നിങ്ങൾ പറയും മിസ് വളരെ സ്പീഡിൽ പോകുന്നു, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയും. ഓക്കെ, എനിക്കിപ്പോ തന്നെ വീക്കിലി ഒരു 3 ക്ലാസ് എന്തായാലും കിട്ടും. ഇന്നത്തോട് കൂട്ടാണെങ്കിൽ എനിക്ക് തേഴ്സ്ഡേയും ഫ്രൈഡേയും ക്ലാസ് ഉണ്ട്. ഓക്കെ, സ്ലോലി ക്ലാസ് പോകുള്ളൂ. അതിനിടയിൽ കുറെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരും, കുറച്ച് കാര്യങ്ങൾ പ്രസന്റേഷൻ ഉണ്ടാകും. ഓക്കെ, ഇതെല്ലാം ഞാൻ ഓൾറെഡി ഇൻട്രോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് പോവാണ്. So we discussed in previous class about, I think it's a plural now, right? Okay, നമ്മൾ noun തന്നെ proper, common, abstract, collective, countable, uncountable and plural noun ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്താണ്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ മോക്ക് ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആണ് മോക്ക് ടെസ്റ്റ് വരുന്നത്. ഓക്കെ, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴാണ് ഞാൻ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി ജെൻഡേഴ്സ് ആണ്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് അൺകൗണ്ടബിൾ നൗണിനെ കുറിച്ചിട്ടല്ലേ? അവിടെ അല്ലേ നിർത്തിയത്? അതിനുശേഷം ഫോർമേഷൻ ഓഫ് പ്ലൂറൽ ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, മേബി ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട് കിട്ടിയായിരുന്നോ? പ്ലൂറൽ നാണ്. Okay, ma'am. Thank you. Okay, dear. Then we moving on the next portion is genders. Okay. So 4 kinds of genders are there. First one is masculine gender, then feminine gender, neuter gender, and last one is common gender. Okay. The masculine gender is a male gender. Okay. Noun കേൾക്കുമ്പോൾ noun പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്നോട് കാണുമ്പോൾ നമുക്ക് gender മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. Okay, for example, father എന്ന് പറയുന്നത് which gender? The whole noun father. So male gender. Male ആണല്ലോ. ആ noun എന്താണ്? Male ആണ് അല്ലെ? Father എന്ന് പറയുന്നത് male gender ആണ്, masculine gender ആണെന്ന് പറയാം. Okay, and mother? Male also. Mother? Female. Female. Female gender. It's a feminine gender എന്ന് പറയാം. Feminine gender. ഓക്കെ, അപ്പൊ noun കേൾക്കുമ്പോൾ നമുക്ക് ഏത് ജെൻഡർ ആണ് തോന്നുന്നത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ രീതിയിലാണ് മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ ജെൻഡർ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോ പെൻ എന്ന് പറയുന്ന ആ ഒരു noun അല്ലെങ്കിൽ പെന്നിന് ജെൻഡർ ഉണ്ടോ? ന്യൂഡർ ജെൻഡർ, ജെൻഡർ ഇല്ലാത്തത്. അതും മോസ്റ്റ്ലി വരുന്നത് ലൈഫ്ലെസ് തിങ്സ് ആയിരിക്കും, ജീവനില്ലാത്ത വസ്തുക്കളായിരിക്കും അല്ലെ? ജെൻഡർ ഇല്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കൾക്കായിരിക്കും. സോ ആ പറയുന്ന എല്ലാ കാറ്റഗറിയിൽപ്പെട്ട നൗൺസും എന്താണ്? ന്യൂട്രൽ ജെൻഡർ ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് വൺ ഇസ് ലോയർ. ലോയർ is a noun അല്ലെ? Good morning. എന്തോ? Good morning. ഓക്കെ, മോർണിംഗ്. മാക്സിമം ടൈമിൽ ജോയിൻ ചെയ്യൂ കേട്ടോ. അല്ല, ടൈമിൽ ജോയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ക്ലാസ് എടുത്തില്ല, വേറെ പല കാര്യങ്ങളാണ് സംസാരിച്ച്. ഓക്കെ, അപ്പോ ലോയർ എന്ന് പറയുന്നത് കോമൺ ജെൻഡർ. ഇതിൽ 2 ജെൻഡേഴ്സ് ഉണ്ട്, ഫെമിനൈൻ ഉണ്ട്, മസ്കുലൈൻ ഉണ്ട് അല്ലെ? പ്രൊഫഷൻ ആണെന്ന് പറയാൻ പറ്റും. 2 ജെൻഡേഴ്സും നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്താണ്? കോമൺ ജെൻഡർ. ക്ലിയർ ആയോ? അപ്പൊ മസ്കുലൈൻ എന്താണ്, ഫെമിനൈൻ എന്താണ്, ന്യൂട്രൽ എന്താണ്, കോമൺ എന്താണ്? മനസ്സിലായി? ഇപ്പോ നമ്മൾ പഠിക്കുന്ന എന്തിനെ കുറിച്ചിട്ടാണ്? നൗൺ ആണ്. നൗൺ എന്താണ്? നൗൺ ഇസ് എ നെയിം. എന്തിന്റെങ്കിലും പേരാകാം. ഞാൻ കുറച്ച് പേരുകൾ പറയാം, നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഏത് ജെൻഡർ ആയിട്ട് തോന്നുന്നു എന്ന് മാത്രം ഒന്ന് പറയണ്ട. നെക്സ്റ്റ് ഇയറാണ്.
പറഞ്ഞാൽ എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കിയില്ല. ഓക്കെ, അപ്പോ ഞാൻ പറയുന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ജെൻഡർ ആയിട്ടാണ് തോന്നുന്നത് അത് മാത്രം നിങ്ങളൊന്ന് പറയും. ഓക്കെ, പറയാം. കിങ് 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 masculine gender. കിങ് രാജാവാണ്. രാജാവ് എന്താണ്? മസ്കുലൈൻ ആണ്, മെയിലാണ് അല്ലെ രാജാവ്. ഓക്കെ, then crown 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 crown. Neutral gender. masculine gender. crown എന്താ? Neutral. Gender ഉണ്ടോ? ഇല്ല, ന്യൂട്രൽ ആണ്. ഓക്കെ, ന്യൂട്രൽ. It's a neutral gender. And next one is the friend. Friend. Common gender. Friend is a Common gender. Yeah. Allah, male or female ഉണ്ട്. It's a common gender. And the next one is actress. Actress. Common gender. Common. Feminine gender. Feminine gender. Feminine. Yeah, actress is a feminine gender. Okay, feminine gender ആണ്. Then mobile phone. Neutral gender. Neutral. Neutral. Neutral കേട്ടോ, neutral. Neutral ആണ്. Neutral. Neutral gender. Yeah, neutral gender. ഓക്കെ, അപ്പൊ ജെൻഡേഴ്സ് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? കേൾക്കുമ്പോ ആയിട്ട് തോന്നുന്നുണ്ട്, മെയിൽ വേർഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് മെയിൽ ജെൻഡർ ആണ്. ആൻഡ് ഫീമെയിൽ ആണെങ്കിൽ തോന്നുന്നെങ്കിൽ അത് ഫെമിനൈൻ ജെൻഡർ ആണ്. ഇനി ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ അത് ജെൻഡർ ഒന്നുമില്ല എങ്കിൽ അത് ന്യൂട്രൽ ജെൻഡർ ആണ്. ആൻഡ് ഒരു കൈൻഡ് ഓഫ് നെയിം കേൾക്കുമ്പോൾ അത് രണ്ട് ജെൻഡേഴ്സിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതെന്താണ്? ഇറ്റ്സ് എ കോമൺ ജെൻഡർ ആണ്. ഇങ്ങനെയാണ് 4 types ഓഫ് ജെൻഡർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? Okay. Next one is formation of genders. Formation of genders എന്ന് പറയുമ്പോൾ അതിൽ ആ ഫെമിനൈൻ ജെൻഡർ ഉണ്ടാകും. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? masculine gender. Author is a masculine gender and of feminine gender authors ആണ്. Okay, genders, lion, lioness, shepherd, shepherdess, horse, horses, horses. മനസ്സിലായോ? അതൊക്കെ ESS അവസാനിക്കുന്ന masculine genders ആണ്. ജസ്റ്റിന്റെ ഫോർമേഷൻ മാത്രം നോക്കി വെച്ചാൽ മതി കേട്ടോ. അതുപോലെ ആക്ടർ, ആക്ട്രസ് ആണ്. ഹണ്ടർ, ഹണ്ടേഴ്സ്, ടൈഗർ, ടൈഗർ, ഇൻസ്ട്രക്ടർ, ഇൻസ്ട്രക്ടേഴ്സ്. മനസ്സിലായോ? Then next one is a hero, heroine, സുൽത്താൻ, സുൽത്താന. ഓക്കെ, പിന്നെന്താണ് ഇവിടെ? സിസ്റ്റർ എന്നല്ല കേട്ടോ, ഇവിടെ സിസ്റ്റർ ബ്രദർ ആണ് വരുന്നത്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. സിസ്റ്റർ, ബ്രദർ, കോക്ക്, ഹാൻ, ഹൗസ്, മേയർ. ഓക്കെ, സൺ, ഡോട്ടർ. ഇത് ജസ്റ്റ് ഫോർമേഷൻ ഒന്ന് നിങ്ങൾ നോക്കി വായിച്ച് പഠിക്കാം. ഓക്കെ, അങ്ങനെ തന്നെ വരും. സെയിം തന്നെയാണ്. ഹീയും ഷീ അല്ലെങ്കിൽ മെയില് ഫീമെയിലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. എന്റെ ഫീമെയിൽ വേർഷൻ ഏതാണ്, മെയിൽ വേർഷൻ ഏതാണ്, മസ്കുലൈനും ഫെമിനൈനും രണ്ടും പഠിച്ചു വെക്കുക. എക്സാമിന് എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയോ, എന്താണ് ഒന്നുകൂടെ പറയണ്ടേ? ഓപ്പോസിറ്റ് ജെൻഡർ അറിയില്ലേ? ഗേൾ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് എന്താണ്? ബോയ് ആണ്. ഫാദറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മദർ ആണ്. ഗ്രാൻഡ് ഫാദറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഗ്രാൻഡ് മദർ ആണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ആക്ടർ എന്താണ്? ആക്ടറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആക്ട്രസ് ആണ്. ഹീറോ, ഹീറോയിൻ ആണ്. ഓക്കെ, മെയിൽ ആണെങ്കിൽ മറ്റേ ഫീമെയിൽ ആണ്. അത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇതാണ് ജെൻഡേഴ്സിനെ കുറിച്ചും
ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല, സ്പീഡ് കുറച്ച് പറയും. നമ്മുടെ ചാപ്റ്റർ തീർന്നിട്ടില്ലാന്നേ, ഞാനിത് ഇനിയും പറയുന്നുണ്ട്. ഒരുപാട് നമ്മള് റിവൈൻഡ് ചെയ്യൂ കേട്ടോ, പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ച് പോകുന്നില്ല. ഓക്കെ, അതായത് ഇപ്പോ ഹസ്ബൻഡ് ഓപ്പോസിറ്റ് എന്താ? ഹസ്ബൻഡ് മെയിൽ ആണ്, ഓപ്പോസിറ്റ് എന്താ? ഫീമെയിൽ എന്താ? അറിയുള്ളൂ. അപ്പോ മെയിലും ഫീമെയിലും പഠിച്ചു വെക്കാം. അതുപോലെ ഒരുപാടുണ്ട്, ഒരുപാടുള്ളതാണ് നിങ്ങൾ ടെക്സ്റ്റിൽ കാണുന്നത്. കണ്ടോ, ടെക്സ്റ്റ് ഇല്ല എന്നാണ്. ടെക്സ്റ്റ് കിട്ടുമ്പോ നോക്കിയാലും മതി കേട്ടോ, ടെക്സ്റ്റ് കിട്ടുമ്പോ നോക്കി പഠിക്കാം. ഓക്കെ, ഇനിയിപ്പോ അതറിയില്ല, ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇതേപോലെ ഫോർമേഷൻസ് കിട്ടും. അപ്പൊ നോക്കി വായിക്കാം, കാരണം നമുക്ക് അറിയാതെ പലതുണ്ടാകും അല്ലെ. ഒരുപാട് എല്ലാരും നമുക്ക് അറിയോ? ഒരിക്കലും അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അറിയാത്തതുണ്ടല്ലോ, അതെല്ലാരും പഠിക്കുക. മിസ്റ്റർ കണ്ടോ, മിസ്സിസ് ആണ്. വൈസ്രോയ് എന്താണ് വരാ? വൈസ്രീനഗർ. ഓക്കെ, then bridegroom, bride വരും. വിഡോവർ, വിഡോയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, മനസ്സിലായോ? ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് ക്ലിയർ ആയോ? മാം, കുറച്ച് സ്പീഡ് കൂടുതലാവുകൊണ്ട് എക്സാമ്പിൾസ് അല്ല വേണ്ടത്. അതിലിപ്പോ 4 types of genders എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെഡിങ് ആണ് കുറച്ചും കൂടി സ്പീഡ് കുറച്ച് പറയേണ്ടത്. എക്സാമ്പിൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പോ ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് അല്ലെങ്കിൽ ജെൻഡേഴ്സ് എന്താണ് എന്നൊരു ചോദ്യം നമുക്ക് നമ്മുടെ എക്സാമിന് വരില്ല. ഓക്കെ, നമുക്ക് ഒരുപാട് ഡിസിഷനോ കാര്യങ്ങളോ ഒന്നുമല്ല പഠിക്കേണ്ടത്. ഞാനിത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പണ്ട് തൊഴിലിൽ പഠിച്ച രീതികൾ എല്ലാം അങ്ങനെ തന്നെയാണ്. എന്താണ് ജെൻഡേഴ്സ്, അതിനൊരു ഡെഫിനിഷൻ എഴുതി വെച്ചു അല്ലെ. അങ്ങനെയാണോ ശരിക്കും പഠിക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കി. എന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. എന്താണ് ജെൻഡേഴ്സ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. അല്ലാതെ എന്താണ് കോമൺ ജെൻഡർ എന്താണ് അതിന്റെ ഡെഫിനിഷൻ, പിന്നെ എക്സാമ്പിള്, ഇനി ഫെമിനൈൻ ജെൻഡർ എന്താണ് അതിന്റെ ഡെഫിനിഷൻ, ഇതിന്റെ എക്സാമ്പിള്, അങ്ങനെ നോട്ട് എഴുതി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വരുന്നത് ഐഡന്റിഫൈ which word is common gender എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. കോമൺ ജെൻഡർ തിരഞ്ഞെടുക്കുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡെഫിനിഷന്റെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇതുപോലെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു അല്ലെ, കുറച്ച് എക്സാമ്പിൾസ് ഞാൻ തന്നപ്പോ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ജെൻഡേഴ്സ് പറഞ്ഞു. അത് എന്തുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ജെൻഡേഴ്സ് പറഞ്ഞത്? ഡെഫിനിഷൻ പഠിച്ചത് കൊണ്ടാണോ? അല്ല, നിങ്ങൾക്ക് അത് മനസ്സിലാക്കി, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരും. അതായത് പെൻ, കിങ്, കോളേജ്, ദെൻ ടീച്ചർ. ഈ 4 ഓപ്ഷനിൽ നിന്നും ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ നിന്ന് കോമൺ ജെൻഡർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യൂ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ടേ? അതിന് ബൈഹാർട്ട് പഠിച്ച ഡെഫിനിഷനോ വല്ല ഉപകാരമുണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഇത് വരാട്ടോ. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ട് ആൻസർ സെലക്ട് ചെയ്യാം. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ചെറിയ ഇങ്ങനത്തെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് മനസ്സിലാക്കി പഠിക്കാം. പണ്ടത്തെ എക്സാമ്പിൾ പോലെ ഡെഫിനിഷൻ എഴുതാനോ അങ്ങനെ ഒന്നും എക്സാമിൽ നമുക്ക് വരില്ല. ഓക്കെ, മനസ്സിലാക്കി മാത്രം പഠിക്കാം. നമ്മൾ പണ്ട് ഫോളോ ചെയ്തിരുന്ന മെത്തേഡ് നിങ്ങൾ മാറ്റി പിടിക്കൂ. സീരിയസ് ആയിട്ട് പറയുന്നത്, മാറ്റി പിടിക്കൂ. പണ്ടത്തെ ഫോളോ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ പണ്ടത്തെ ഒരു മെത്തേഡ് പഠിച്ചത് കൊണ്ട് നമുക്ക് ഇതുവരെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പണ്ടത് പഠിച്ച കാര്യം നമുക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. എന്റെ നോട്ട് ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് ഡെഫിനിഷൻസിന് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച നോട്ടുണ്ട്.
ആ ഡെഫിനിഷൻ ഇപ്പോൾ ചോദിച്ചാൽ എനിക്കറിയില്ല. മനസ്സിലാക്കി പഠിക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്. ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കാം. ഏത് ഉറക്കത്തിൽ വിളിച്ച് ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് കോമൺ ജെൻഡർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി എന്നോട് പറയാനുണ്ടാവും. അല്ലാതെ ബുക്കെടുത്ത് നോക്കിയിട്ട് ഡെഫിനിഷൻ പറയേണ്ട ആവശ്യമില്ല. കോമൺ ജെൻഡർ ഒന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് കോമൺ ജെൻഡർ? ഞാൻ ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞത് എന്താണ് കോമൺ ജെൻഡർ എന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായത്? എന്താണ് കോമൺ ജെൻഡർ? മെയില് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നെയിംസ്. മെയിലിനെയും ഫീമെയിലിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ജെൻഡറാണ്. ഒരുപോലെ മെയിലും ഫീമെയിലും കൂടി അടങ്ങിയിട്ടുള്ള ജെൻഡർ. ആ ഒരു പൊതുവായി പറയുന്ന പേരുകൾ. പൊതുവായി പറയുന്ന പേരുകൾ. നൗൺസ് ആണ്, വേർഡ്സ് ആണ് കോമൺ ജെൻഡർ. അതില് ജെൻഡർ അല്ലെ, ജെൻഡർ ആയിട്ട് നമുക്ക് കോമൺ ജെൻഡർ ആയിട്ട് തോന്നും. ആ ഒരു നമ്മൾ കേൾക്കുമ്പോൾ അത് രണ്ട് ജെൻഡേഴ്സ് ഇൻക്ലൂഡ് ആയിരിക്കും. അതാണ് ഇത് കോമൺ ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും വളരെ ചെറിയൊരു കാര്യമാട്ടോ ഇത്. വളരെ ചെറിയൊരു പോർഷൻ ആണ്. അപ്പോ എങ്ങനെയാണ്, ക്ലിയർ ആയോ? യെസ്. ഓക്കെ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ, ക്ലിയർ ആണ്. എപ്പോഴും അങ്ങനെ പഠിക്കണോട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഏത് രീതി വേണമെങ്കിലും ഫോളോ ചെയ്യാം. പക്ഷെ ഞാൻ എന്റെ ക്ലാസ്സിൽ ഡെഫിനിഷൻസ് ഒന്നും ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പറയാറില്ല. പറയേണ്ട കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഡെഫിനിഷൻ പറയുന്നുണ്ട്. അത് എഴുതിക്കാനും ഞാൻ പറയാറുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ പഠിക്കുന്നതെല്ലാം ഇപ്പൊ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് സംതിങ് ഇമ്പോർട്ടന്റ്. അതായത് ഒരു നോണിനെ കുറിച്ച് നമ്മൾ കുറച്ചൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു നോൺ ഹ്യൂമനിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇതിന്റെ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഇപ്പോ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത് സ്വാഭാവികം മാത്രമാണ് കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കണേ. കാരണം ഇപ്പോഴും നമ്മൾ ടെൻസ് എന്ന് പറയുന്ന വലിയൊരു പോർഷനിലേക്ക് എത്തിയിട്ടില്ല. അതിന് മുന്നോടിയായിട്ട് എടുക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇത് ഫസ്റ്റേയും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യും. അത് ഷുവർ ആണ് കേട്ടോ. അപ്പോ നിങ്ങൾ അത് കേൾക്കുമ്പോൾ മിസ്സിന് മനസ്സിലാകുന്നില്ലല്ലോ, ഒട്ടും ക്ലാസ് ക്ലിയർ അല്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ അങ്ങോട്ട് പോകെ മനസ്സിലാകും. ഇതെല്ലാം അത്രത്തോളം ചെറിയ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇപ്പൊ ഞാൻ എടുക്കുന്നത്. മനസ്സിലായോ? ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടേ ഉള്ളൂ. നൗൺ എന്താണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതിന് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തുള്ള ഒരു ടെക്സ്റ്റ് ആണിത്. ബിക്കോസ് യു ആർ ടീച്ചേഴ്സ്. അത് മനസ്സിലാക്കാം. ഒരു ടീച്ചർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും എക്സ്പ്ലനേഷൻ വരുന്നത്. കാരണം കുഞ്ഞു കുട്ടികൾക്ക് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അവർ ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ സിലബസിൽ ഉണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടീച്ചറോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആൻസർ പറയാൻ പറ്റണ്ടേ? അങ്ങനെ തന്നെ വിളിക്കണമെങ്കിൽ അതുകൊണ്ട് ഇതിന് കാര്യമില്ല. അപ്പോഴായാലും നമ്മൾ പഠിക്കേണ്ടി വരും. ടീച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇത് ഡൗട്ട് ചോദിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കാൻ ബാധ്യതയാണ്. അത് നമുക്കത് ഷുവർ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കരുത്, പിന്നീട് പറയാം. അത് പറഞ്ഞു തന്നെ. ഇവിടെ എന്നോട് പോലെ നിങ്ങൾ ചോദിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയില്ലെങ്കിൽ അത് പിന്നീട് പറയാൻ പറയും. കാരണം ഞാൻ എൻസൈക്ലോപീഡിയ ഒന്നുമല്ല. മനസ്സിലായോ? ഞാനൊരു മനുഷ്യൻ തന്നെയാണ്. കുറച്ച് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. എന്നോട് പോകുന്തോറും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോ മനസ്സിലാക്കേണ്ടതാണ്, ഇത് വളരെ ഒരു ചെറിയ മൈന്യൂട്ട് ആയ പോർഷൻ ആണ്. സീരിയസ് പോർഷനിലേക്ക് നമ്മൾ കടക്കുന്നതേ ഇല്ല. ഓക്കെ, പിന്നെ എക്സാമിന് ഇതിനൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്ന് ചോദിച്ചാൽ അതും ഡൗട്ട് തന്നെയാണ്. ഓക്കെ, ഇതില് ഇതൊക്കെ ഞാൻ പറയാം. നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടും. ആ മോക്ക് ടെസ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അയ്യോ എങ്ങനെയാണല്ലോ എക്സാം, അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാതെ എന്നൊരു ഐഡിയ കിട്ടും. മനസ്സിലായോ? അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ടെൻസ് നമ്മൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ
നൗവിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ പിന്നീടാണെങ്കിൽ ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കത് ഇപ്പോഴല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ക്ലാസ് എടുക്കുമ്പോഴും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരും കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട, ആരും ടെൻഷൻ അടിക്കേണ്ട. അങ്ങോട്ട് എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ടൈമിൽ ഇതൊക്കെ മനസ്സിലാവും. അപ്പൊ ഡിറ്റർമിനേഴ്സ് എന്താണ്? അതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞ പോലെയുള്ള ഈ പോർഷൻ ഒന്നും എക്സാമിന് പോലും വരില്ല. കാരണം ഇത് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കണം, ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്ന ബ്ലോക്ക് കാണും, ഒരു വേർഡ് കാണും പോലെ അത് എന്താണ് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എനിക്കറിയില്ല എന്ന് പറയരുത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അപൂർവമാണ്, വന്നാൽ വന്നു, മോസ്റ്റ്ലി വരാറില്ല. അതാണ് സത്യം. അറിഞ്ഞു വെക്കണം, പഠിച്ചു വെക്കണം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഓക്കെ, അപ്പൊ ഡിറ്റർമിനേഴ്സ് എന്താണ്? ഡിറ്റർമിനേഴ്സ് is a word that used in front of a noun to tell us about, to tell about something about it. നൗണിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, നൗണിന് മുന്നിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് എന്ത്? ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ, I want some water, അല്ലെങ്കിൽ I want some water, എനിക്ക് വെള്ളം വേണം. എനിക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് വെള്ളം വേണം. അപ്പോ ആ വാട്ടർ എന്ന് പറയുന്ന ആ വേർഡിനെ കുറച്ചുകൂടെ നമ്മള് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് വെള്ളം, some water. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെ എന്തും എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Okay, is there any water in the cup? Any water in the cup? There is any water in the cup എന്ന് വേണമെങ്കിൽ പറയാം. ഈ കപ്പില് വെള്ളമില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷേ കുറച്ചുകൂടെ നമ്മളത് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ any water, പോലും വെള്ളമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയും മലയാളത്തിൽ പറയാറുണ്ടല്ലോ അല്ലേ? ആ കപ്പില് വെള്ളമില്ല എന്ന് പറയും, കപ്പില് ഒരു തുള്ളി പോലെ വെള്ളമില്ല എന്ന് പറയും. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ ആ നോട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് വേർഡ്. That's not determinants. Okay, മനസ്സിലായോ? Yes. ഇനി എത്രയും പോർഷൻസ് ഞാൻ എടുക്കുന്നുള്ളൂ ഇപ്പൊ. ഈ 20 കഴിഞ്ഞ കഴിഞ്ഞു. പിന്നെ ഇതിൽ എക്സസൈസ് ഒന്നും ചെയ്തിലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഒരു കാര്യം പറയട്ടെ. നമ്മള് ഡിറ്റർമിനേഴ്സ് വരെ പഠിച്ചു. ഞാൻ എന്റെ ക്ലാസ്സിൽ മിക്കപ്പോഴും ചെയ്യിക്കുന്ന ഒരു കാര്യമുണ്ട്, പഠിച്ച കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കും. എല്ലാവരെയും കൊണ്ട് ഞാൻ പഠിപ്പിക്കും. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയാം, മലയാളത്തിൽ പറയാം. It's your wish. Okay, you can present it in English or Malayalam. Okay, മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ പറയാൻ ശ്രമിക്കുക. ഞാൻ അതിനു വേണ്ടി ഫോഴ്സ് ചെയ്യില്ല, പക്ഷെ ട്രൈ ചെയ്യും. ഓക്കെ, അത് അങ്ങനെ പറയുമ്പോ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഒന്നുകൂടെ പറയുന്നു ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ല. ഓക്കെ, എനിക്കത് മനസ്സിലായോ എന്ന് നമുക്കൊരു ഉറപ്പ് വരുന്നില്ല. മനസ്സിലായോ? കാരണം നിങ്ങൾക്കത് ഓൾറെഡി അറിയാൻ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കത് ഉറപ്പ് വരുന്നില്ല. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോ ഓക്കെ ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഓക്കെ എനിക്കത് മനസ്സിലായിട്ടുണ്ടല്ലോ എന്നാണ് നമുക്ക് തന്നെ ബോധ്യപ്പെടും. മനസ്സിലായോ? അപ്പൊ അത് പ്രസന്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല നിങ്ങൾ ടീച്ചേഴ്സും കൂടിയാണ് പഠിച്ച കാര്യങ്ങൾ ടീച്ചിങ് അല്ലെ, സ്കില്ല്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സംസാരിക്കുന്ന രീതി ഇങ്ങനെയല്ല. മനസ്സിലായോ? നമ്മൾ ഒരു പ്രൊഫഷനിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ടോക്കിംഗ് സ്റ്റൈൽ ആൻഡ് വേ ഓഫ് ടീച്ചിങ് ആൻഡ് വേ ഓഫ് ടോക്കിംഗ് എല്ലാം ചേഞ്ച് ചെയ്യും. എല്ലാവർക്കും എങ്ങനെ തന്നെയാണ്. അപ്പോ നിങ്ങൾ ഇതെല്ലാം പ്രസന്റ് ചെയ്യാം. ആ ടീച്ചർ ഞാൻ ടീച്ചറാണ് എന്നൊരു ബോധ്യത്തോടു കൂടി അത് പ്രസന്റ് ചെയ്യാം. ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു നൗൺ നമ്മളിപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നൗണിനെ കുറിച്ചിട്ടാണ്, ഒരു നെയിമിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കൾക്കും ഓരോ പേരുകളുണ്ട് അല്ലെ, എല്ലാത്തിനും പേരുകളുണ്ട്. ആ ഒരു പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. എന്തുവാകാം? ഓക്കെ, ഏത് നൗൺ ഏത് വേർഡ് ആണെങ്കിലും ഏത് നെയിം ആണെങ്കിലും ഏത് നൗൺ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മള് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന എല്ലാ വേർഡ്സും ഡിറ്റർമിനേഴ്സ് ആണ്. മൈ, യുവർ, ഔട്ട്, ഹിസ്, ഔട്ട് അല്ലട്ടത് അവർ ആണ്. അവർ, ഹിസ്, ഹർ, ഇറ്റ്സ്, ദേ ആർ, ദിസ്, ദീസ്, ദാറ്റ്, ദോസ്,
a and they, some, any, all, another, both, each, either, enough, every, few, little, many, more, most, much, neither, no, others, several. ഒരുപാടുണ്ട്. അപ്പൊ some determinants are there. Okay, നമ്മൾ ഈ കാണുന്ന ഇത് ഏതെങ്കിലും ഒരു വേർഡ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കാറുണ്ടോ? ഉണ്ടോ? This is your pen. This is your pen. Your pen എന്ന് പറയുമ്പോ എന്താണ് ഇതിനെ മനസ്സിലാക്കുക? This is a pen. This is a pen. എന്ന് പറയുമ്പോഴും this is your pen എന്ന് പറയുമ്പോഴും ഉള്ള ഡിഫറൻസ് എന്താണ്? ആ ഡിറ്റർമിനേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് നിന്റെ പേനയാണെന്നും അത് ഒരു പേനയാണെന്നും മനസ്സിലായി. രണ്ടും രണ്ടാണോ? ആണോ? അതെ. യെസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? Can you say any few words about determiners? എന്ന് ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുമ്പോ can you say anything? Can you say about a few words about? Can you say few words about determiners? എന്ന് ചോദിച്ചു ഞാൻ. Can you say few words? Few words. അല്ലെങ്കിൽ some words. കണ്ടോ? നമുക്ക് പല രീതിയിൽ അവിടെ മാറ്റാം. വേർഡ് എന്ന് പറയുന്നത് is a noun ആണ്. ഒരു noun ആണ്. അതിന് മുന്നേ ഞാൻ few words എന്ന് പറഞ്ഞു, some words എന്ന് പറഞ്ഞു. ഓക്കെ, more words എന്ന് പറയാം. അതിനർത്ഥം എന്താ? കുറച്ച് വേർഡ് പറയൂ, അല്ലെങ്കിൽ ഒരുപാട് പറയൂ, കുറച്ചെങ്കിലും പറയൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എങ്ങനെയാ പറയാ? എന്റെ ചോദ്യം അല്ലെങ്കിൽ എന്റെ ചോദ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിലായിരിക്കും നിങ്ങൾ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെ? A few words. Can you say few words about the determinants? Can you say more words about determinants? രണ്ടല്ലേ? ഇത് രണ്ടും രണ്ടായത് എന്തുകൊണ്ടാണ്? ഡിറ്റർമിനേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ്. ഫ്യൂവിന് പകരം മോർ യൂസ് ചെയ്താൽ ഈ ഫ്യൂ മോർ എന്താണ്? രണ്ടും രണ്ടാണ്. രണ്ടും രണ്ട് മീനിങ് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ ഡിറ്റർമിനേഴ്സ് വരുന്ന ചേഞ്ചസ് കൊണ്ട് നമ്മുടെ ആ സെന്റൻസിന്റെ മീനിങ് തന്നെ മാറും. മനസ്സിലായോ? അപ്പൊ നൗണിനെ കുറച്ചുകൂടെ ആ ഒരു നൗൺ വേർഡ് എന്ന് പറയുന്ന അതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടോ? വേർഡ്, ഫ്യൂ വേർഡ്, കുറച്ച് വേർഡ്, മോർ വേർഡ്, അധികം വേർഡ്. മനസ്സിലായോ? വേർഡ് തന്നെയാണെങ്കിലും അവിടെ എന്താണ് ആ വേർഡ് കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്താണ് പറയേണ്ടതെന്ന്. അതാണ് എന്ത്? ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. മാം ഈ അഫർമേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? അഫർമേറ്റീവ് സെന്റൻസ് അത് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ പറഞ്ഞാല് അഫർമേറ്റീവ്സ് നമ്മൾ വേറെയും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കും. കാരണം നമ്മൾ ഒരുപാട് പഠിക്കും. കൺഫ്യൂഷനാണ്. കാരണം അറിയാലോ, ഇത് ഇപ്പൊ ഈ കാണുന്ന ഈ വേർഡ്സ് ഫ്യൂ, ലിറ്റിൽ, ഇത് നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ചെടുക്കി കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടോ? അപ്പൊ ഇതെന്താണ്? പറയും അല്ലെ? ഇത് എവിടെയാ യൂസ് ചെയ്യുന്നു? എന്തിനു മുന്നേ യൂസ് ചെയ്യാം? കളക്റ്റീവിന്റെ ഫ്രണ്ടിലേക്ക്. ഏത് നൗണായിരിക്കും? കളക്റ്റീവിന് അൺകൗണ്ടബിൾ. കൗണ്ടബിളിന് യൂസ് ചെയ്യാൻ പറ്റും. കൗണ്ടബിളിന് മുന്നിൽ യൂസ് ചെയ്ത് എടുക്കുകയാണ്. മനസ്സിലായോ? ഡിറ്റർമിനേഴ്സ് എന്താണെന്നൊക്കെ മനസ്സിലായോ? ഡിറ്റർമിനേഴ്സ് ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് തന്നെ ഇവിടെ പറയുന്നുണ്ട്. കൗണ്ടബിൾ കണ്ടോ? Some and any can be used with both count and uncountable nouns. Okay? Clear? ഇത്രയും മനസ്സിലാക്കി വെക്കൂ കേട്ടോ. ബാക്കി നമുക്ക് പറയാം. വഴിയേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് നമ്മൾ പഠിക്കുമ്പോ പഠിച്ചത് വരെ നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിക്കും. ഓക്കെ? ഇനി ജഡ്ജീവ് ഞാൻ പറയട്ടെ.
അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ഇങ്ങനെ കുറെ കാണും, പക്ഷെ ഞാൻ പറയുമ്പോൾ ചെറുതായിട്ടേ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞു, നമ്മള് പ്ലൂറൽസ് പഠിച്ചു. ഓ ചിൽഡ്രൻ, അതിലത് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞു. ചിൽഡ്രൻസ് എന്താണ്? കുട്ടികളുടെ കുട്ടികളുടെ ചിൽഡ്രൻസ് ഡേ, ചിൽഡ്രൻസ് ഡേ. അപ്പോ അതിൽ വരുന്ന അപ്പോസ്ട്രോഫി എസ്, അപ്പോസ്ട്രോഫി എസ്. ഈ അപ്പോസ്ട്രോഫി എസിനെ നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ അപ്പോസ്ട്രോഫി എസ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. ശരിക്കും എന്താണെന്നറിയോ? ജെൻറ്റീവ് എന്ന് പറയും. ജെൻറ്റീവ്. ഈ അപ്പോസ്ട്രോഫി എസ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നതിനെ ജെൻറ്റീവ് എന്ന് പറയും. മനസ്സിലായോ? ജെൻറ്റീവ്. ചിൽഡ്രൻസ്, ചിൽഡ്രൻസ് ഡേ, കുട്ടികളുടെ ദിവസം. അപ്പോസ്ട്രോഫി എസ് വരുമ്പോ അത് അവരുടെ, കുട്ടികളുടെ, ആരുടെയാണോ അതിന്റെ ഒരു ഓണർഷിപ്പ് ആണ് കാണിക്കുക അല്ലെ? കുട്ടികളുടെ ദിനം എന്ന് വരും. അതാണ് എസ് ജെൻറ്റീവ്. ഈ അപ്പോസ്ട്രോഫി എസ് വെച്ച് പറയുന്നത് എസ് ജെൻറ്റീവ് എന്ന് പറയും. മനസ്സിലായോ? എസ് ജെൻറ്റീവ്. ക്ലിയർ? എസ് ജെൻറ്റീവ് എന്ന് മനസ്സിലായോ? അതുപോലെ നമ്മൾ ഒരുപാട് പറയും. ബോയ്സ് പറയും അല്ലെ? ബോയ്സ് ബൈക്ക്, അത് ആൺകുട്ടികളുടെ ബൈക്കാണ്. മെൻസ് കോൾ, മെൻസ് കോൾ നടക്കുന്നുണ്ടോ? പുരുഷന്മാരുടെ എന്ന് വരും, പുരുഷന്മാരുടെ. ഓക്കെ. ഗേൾസ് സ്കൂൾ, ഗേൾസിന്റെ സ്കൂളാണ് ഗേൾസ് സ്കൂൾ. ഓക്കെ. അപ്പൊ അപ്പോസ്ട്രോഫി എസ് വരുന്നത് എസ് ജെൻറ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോസ്ട്രോഫി എസ് വരുന്നത് എസ് ജെൻറ്റീവ് എന്നാണ്. ഇനിയിപ്പോ ഈ ചിൽഡ്രൻസ് ഡേനെ നമ്മൾ ഓഫ് ജെൻറ്റീവ് വെച്ച് പറയാൻ പറ്റും. എങ്ങനെയാ പറയാത്? കുട്ടികളുടെ ദിനം ചിൽഡ്രൻസ് ഡേ. തിരിച്ചും പറയാതെ ഓഫ് വെച്ച് പറയാൻ എങ്ങനെയാ? ചിൽഡ്രൻ. The day of children. അങ്ങനെയും പറയാറുണ്ട് അല്ലെ? The day of children. ഇതിന്റെ മീനിങ് എന്തിനാണ്? കുട്ടികളുടെ ദിനം. അപ്പൊ ചിൽഡ്രൻസ് ഡേനെ നമുക്ക് the day of children എന്ന് പറയാം. അപ്പൊ ജെൻറ്റീവ് വെച്ചിട്ടും പറയാം, ഓഫ് ജെൻറ്റീവ് വെച്ചിട്ടും പറയാം. രണ്ട് ജെൻറ്റീവ് മനസ്സിലായോ? എസ് ജെൻറ്റീവ് ഉണ്ട്, ഓഫ് ജെൻറ്റീവ് ഉണ്ട്. ക്ലിയർ ആയോ? രണ്ടിനെയും കിട്ടുന്നത് എന്താണ്? സെയിം മീനിങ് ആണ്. പക്ഷെ നമ്മള് മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത് എസ് ജെൻറ്റീവ് ആണ്. അതാണ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിൾ അല്ലെ? ക്ലിയർ? എസ് ജെൻറ്റീവ് അല്ലേ കുറച്ചുകൂടി സിമ്പിള്? ഇനി എവിടെ പറയുന്നു? ഇവിടെ നോക്കിയേ നിങ്ങള്. ചോയ്സ് ഓഫ് ദ എസ് ജെൻറ്റീവ്. പ്രസിഡന്റ്സ് ഹൗസ്, ദ ഡോഗ്സ് പോസ്റ്റ് എന്നൊക്കെ പറയാം. പിന്നെ നമ്മൾ ഓഫ് ജെൻറ്റീവ് അല്ലെ? ഓഫ് ജെൻറ്റീവ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ലിവിങ് തിങ്സിന്റെ കൂടെയാണ് കേട്ടോ. ലിവിങ് തിങ്സ്. എസ് ജെൻറ്റീവ് നമുക്ക് ലിവിങ് തിങ്സിന്റെ കൂടെ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സിന്റെ കൂടെ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഓഫ് ജെൻറ്റീവ് ആണ്. മനസ്സിലായോ? ക്ലിയർ? പക്ഷെ ഇപ്പോ ദ ഡേ ഓഫ് ചിൽഡ്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. സംടൈംസ് നമ്മൾ ഓഫ് ജെൻറ്റീവ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും നമ്മള് മോസ്റ്റ്ലി അല്ലെങ്കിൽ കുറെ നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്നത് നമ്മുടെ എസ് ജെൻറ്റീവ് ആണ്. അതാണ് ഏറ്റവും എളുപ്പം, യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമല്ല കേട്ടോ. കേട്ടോ? However, in many cases both forms may be used. നമ്മള് ജീവനില്ലാത്ത വസ്തുക്കൾ കൂടെയും ജീവനുള്ളവരുടെ കൂടെയും ഓഫ് ജെൻറ്റീവ് യൂസ് ചെയ്യാറുണ്ട്. The key of the car. The key of the car എന്ന് പറയുന്നതാണ് എളുപ്പം. The car keys എന്ന് പറയുന്ന എളുപ്പം. The car's key എന്ന് പറയുന്നതാണ് എളുപ്പം. The car keys. The car's key എന്ന് പറയുന്നത് അല്ലെ? ആ കാറിന്റെ കീ, ആ കാറിന്റെ കീ എന്തെടുക്കോ?
അല്ലെ? Can you take the car key എന്ന് പറയാം, അല്ലെങ്കിൽ can you take the key of the car എന്ന് പറയാമോ? ഇല്ല. ഏറ്റവും എന്താ? Yes, gentive എന്താണെന്ന് മോസ്റ്റ് ജെന്റീവ് എന്താണെന്ന് മനസ്സിലായോ? അത്രയും വെച്ചാണ് വേറെ ഒന്ന് ആലോചിക്കണം. ഇത് രണ്ടും മനസ്സിലായോ? ഓക്കെ, ക്ലിയർ? ഇനി ഇതോടുകൂടി നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോ ഇനി ചെയ്യുന്നത് ഇനി ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് വായിക്കുന്ന ഒരു കൂട്ടത്തില് ഞാൻ ക്ലാസ് എടുത്ത് നമ്മളെ മനസ്സിലാക്കാം. അതായത് ക്ലാസ് കേൾക്കുന്നതും ടെക്സ്റ്റ് വായിക്കുന്നതും ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, വിട്ടേക്കാം. ടെക്സ്റ്റ് കിട്ടിയവർ വായിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓരോരുത്തരും നമ്മൾ ഇപ്പോ പഠിച്ചത് എത്രത്തോളം നമ്മൾ പഠിച്ചു, അത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ മനസ്സിലായത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യും. ഓക്കെ, ആസ് എ ടീച്ചർ. ക്ലിയർ? എങ്ങനെയാണ് ടീച്ചർ ക്ലാസ് എടുക്കുക? എന്താണ് നൗൺ, എന്താണ് വാട്ട് ഈസ് നൗൺ അതൊന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായാൽ പോലെയാണ് കേട്ടോ. ഡെഫിനിഷൻ ഒന്നും വേണമെങ്കിൽ ഞാൻ പറയുന്നില്ല, ഡെഫിനിഷൻ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കുക? കാരണം ഓരോരുത്തരും പറയുന്നത് പല രീതിയിലായിരിക്കും, അല്ലെ? ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ ആയിരിക്കില്ല ഓരോ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. വേ ഓഫ് ടീച്ചിങ് ആണെങ്കിലും വേ ഓഫ് ലേണിംഗ് ആണെങ്കിലും ഡിഫറെന്റ് ആണ്, അല്ലെ? അപ്പോ ഞാൻ എടുക്കുന്ന ആളെ ഞാൻ എടുത്തിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ ആ വേ ഓഫ് ടീച്ചിങ്ങിലൂടെ ചിലപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കുറച്ച് പേരും ഉണ്ടാകും. അതായത് മനസ്സിലാക്കാത്തവർക്ക് ഇനിയും മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പഠിച്ചവർക്കാണെങ്കിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഓക്കെ എനിക്കിത് ബോധ്യം, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, ഞാൻ കോൺഫിഡൻസ് ആണ്, എനിക്ക് എന്നെ കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസം വരാനും ഇതിലൂടെ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും പ്രസന്റ് ചെയ്യണം. ഓക്കെ ആണോ? പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോ പ്രസന്റ് ചെയ്യാൻ റെഡി ആയവർക്ക് ഇപ്പോ വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാവുന്നതാണ്. ചെയ്യുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ നോട്ട്ബുക്ക് എല്ലാം അടച്ചു വെക്കും. നോട്ട്ബുക്ക് അടച്ചു വെക്കുക, ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് അടച്ചു വെക്കുക, റിലാക്സ് ചെയ്ത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, വേറെ ഒന്നും ആലോചിക്കേണ്ട. റെഡി? ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പറയാം, നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, എന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഓക്കെ, the first question is what is noun? What is noun? The name of some person, things, or etc. പറയുന്നില്ല കിട്ടുമോ? പറയണ്ട, ആരും പറയണ്ടേ, ആരും പറയാം. ഓർത്താൽ മതി, നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ടെക്സ്റ്റും ചെയ്യണ്ട, പറഞ്ഞാൽ മതി. വാട്ട് ഈസ് നൗൺ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? എല്ലാവരും ആൻസർ പറഞ്ഞോ? നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കണ്ട, എനിക്ക് ടെക്സ്റ്റ് ചെയ്യാൻ വേണം. ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടിയോ? വാട്ട് ഈസ് നൗൺ എന്ന ചോദ്യത്തിന്. ഓക്കെ, then how many nouns are there? നമ്മൾ എത്ര നൗൺസിനെ കുറിച്ച് പഠിച്ചു? അത് ഏതൊക്കെയാണ്? ഏതൊക്കെ നൗൺസ് ആണ് പഠിച്ചത്? പറയണ്ട. നിങ്ങളെ പോലെ ഞാനും ആലോചിക്കുന്നുണ്ട്. പറയണ്ട, അതുകൊണ്ട് ആർക്കും മനസ്സ് പറഞ്ഞു നോക്കണ്ട, എല്ലാവരും കിട്ടുന്നുണ്ടോ നോക്കണ്ടേ? ഓക്കെ, എത്ര എണ്ണം പഠിച്ചു? അത് ഏതൊക്കെയാണ്? ഏതൊക്കെ നൗൺസ് ഒക്കെയാണ് ആലോചിക്കുക? ഫസ്റ്റ് വൺ ഈസ്, and the second one, third one, fourth one, 5, 6. Clear? Okay. And what is the proper noun and example? Proper noun എന്താണെന്ന് ഒരു എക്സാമ്പിൾ, 2 എക്സാമ്പിൾ നോക്കിക്കേ. What is proper noun? For example, kitty. And a common noun? Abstract noun?
Correcting now. Countable. Uncountable. Plural. Singular. And the 4 kinds of genders. The first gender is masculine gender. What's masculine gender? And this example. Feminine gender. Neuter. And the last one is common gender. Determiners. What is determiners? Can you say any 2 examples of determiners? Okay. What is genitive and off genitive? And examples. Okay. Yeah, that's all. ഇത്രയും ഇതാണ് noun. Noun chapter complete ആയിട്ടില്ല. Noun portion complete. Clear ആണോ? മനസ്സിലായോ? ഇതൊക്കെ ഓർത്ത് വെക്കുക. അതൊക്കെ കിട്ടിയോ നിങ്ങൾക്ക്? പറഞ്ഞേ, ഇനി സംസാരിക്കും. ഇത് തോന്നിക്കോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്തോ? എന്നോടാണോ? കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കിട്ടുന്നുണ്ട്. ഇനിത് പറയാൻ പറ്റുന്നുണ്ടോ നോക്കണം. നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോ ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ, ഐ മീൻ തേഴ്സ്ഡേ വരുമ്പോ എല്ലാവരും കാണാപ്പാട്ടം പഠിച്ച് പറയരുത്. എനിക്കത് വേണ്ട. ഓക്കെ, കാണാപ്പാട്ടം പഠിച്ച് പറയാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതി. കേട്ടല്ലോ? പറ്റുവാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ആ ഒരു ക്യാമറ നോക്കി സംസാരിക്കുമ്പോഴുള്ള പേടിയും എല്ലാം മാറി കിട്ടും. ഓക്കെ, പറ്റുവാണെങ്കിൽ ചെയ്യൂ. ക്യാമറ ഓൺ ചെയ്ത് പറയാൻ പറ്റുവാണെങ്കിൽ അത് പ്രസന്റ് ചെയ്യും. എല്ലാവരും പ്രസന്റ് ചെയ്യണം. ഇനി അയ്യോ എനിക്ക് പറ്റില്ല, ആർക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അറിയില്ല, അത് അങ്ങനെയൊന്നും നോക്കണ്ട. അറിയാവുന്നത് പറഞ്ഞാൽ പിന്നെ തെറ്റിയാലെ കുഴപ്പമൊന്നുമില്ല. മിസ്റ്റേക്സ് വരട്ടെ, മിസ്റ്റേക്സിലൂടെ പഠിക്കുള്ളൂ. മിസ്റ്റേക്സ് വന്നോട്ടെ. അപ്പൊ എല്ലാവരും പ്രസന്റ് ചെയ്യാൻ റെഡിയായിട്ട് വരാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നൗൺ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടോ. അതുപോലെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? മാം അതില്ലേ ടെക്സ്റ്റിലില്ലേ സെപ്പറേറ്റ് വേർഡ്സ് പറഞ്ഞില്ലേ, അതിൽ സിസ്റ്ററിന്റെ ബ്രദർ അല്ലേ വരല്ലേ, ഹെന്നാല കൊടുത്തത്. ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് അല്ലേ, അത് സിസ്റ്ററിന്റെ ബ്രദർ ആണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? മിസ്റ്റേക്ക് അല്ല അത്? അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. എൻ മാറ്റി ബ്രദർ ആക്കാം. കുറച്ച് നമ്മളിവിടെ ചെറിയ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്. ടൈപ്പിംഗ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണത്. ഓക്കെ, വേറെ ഒന്നുമില്ലാലോ? നിങ്ങൾ പറയാനുണ്ടോ ഇനി? ഓക്കെ ആണോ? ക്ലാസ് ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ ആണോ? എന്തെങ്കിലും പറയാനുണ്ടോ? നെഗറ്റീവ്സ് എന്തെങ്കിലും പറയാനുണ്ടോ? സ്പീഡ് ഓൾറെഡി നെഗറ്റീവ് ആണ് ഇവിടെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറയൂ, ഓപ്പണായിട്ട് തന്നെ പറയൂ. ക്ലാസ്സിൽ അധികം സ്പീഡ് പറയാനുണ്ട്. അത് എന്റെ സംസാരിക്കുന്ന രീതി കുറച്ച് സ്പീഡാണ്. അപ്പോ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത്
ഞാൻ അങ്ങനെയാണ്, ഞാൻ നോർമലി സംസാരിക്കുന്ന അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചുകൂടെ റിവൈൻഡ് ചെയ്യും. ഒരു പ്രാവശ്യം എടുത്തത് വീണ്ടും 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 റിവൈൻഡ് ചെയ്യുമ്പോ കുറച്ച് ക്ലിയർ ആവും. അങ്ങനെയാണ് പൊതുവെ ഞാൻ ചെയ്യാറ് കേട്ടോ. സ്പീഡ് നിങ്ങൾ അത് അതിന്റെ കൂടെ വരും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സംസാരിക്കുന്ന രീതി കുറച്ച് സ്പീഡാണ് എനിക്ക്. അത് ഇന്നായിട്ടല്ല, സ്കൂൾ ടൈം തുടങ്ങി ആരോരോട് പറയുന്നത് നീ സംസാരിക്കുന്നത് സ്പീഡാണെന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് വീണ്ടും വീണ്ടും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞ് അത് പറയണ്ട, ഞാൻ അതിന്റെ ആ ഒരു നെഗറ്റീവ് എനിക്ക് അറിയാം, നെഗറ്റീവ് ആണെന്ന് അറിയാം. പക്ഷെ ഞാൻ അതുകൊണ്ടാണ് അഗെയിൻ ഇവിടെ വീണ്ടും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി പറയൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനൽ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ സൈൻ ഔട്ട് ആയാലും പറയുന്നുണ്ടോ? മാം ഞാൻ പറയാം. അതിനോട്ട് മലയാളത്തിൽ പറഞ്ഞാ പറ്റൂലേ? പറഞ്ഞോ. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ നമ്മൾ നൗണിന്റെ പോർഷൻ കംപ്ലീറ്റ് ആക്കി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാനൊക്കെ ആദ്യമായിട്ട് കേൾക്കാണ് ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ ജെനിറ്റീവ് എന്നുള്ളത്, പിന്നെ ജെൻഡറിനെ കുറിച്ചുള്ള ഈ ടൈപ്സ് ഓഫ് ജെൻഡർ, അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ തിരിച്ചറിഞ്ഞ് അറിവുണ്ടായത്. അപ്പോൾ കുറെ കാര്യങ്ങൾ മാം പറഞ്ഞെങ്കിലും പക്ഷെ മാമിന്റെ സ്പീഡ് മാത്രമല്ല എനിക്കൊരു ഇതായത്. പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊക്കെ ഒരു ബിഗിന്നർ ആയിട്ടാണ് ഇതിൽ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് എനിക്ക് അത്രയും പഠിക്കാൻ നല്ല ഇഷ്ടമാണെങ്കിലും പക്ഷെ നമുക്കത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു ക്ലാസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതിൽ നിന്നാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങണത്. ശരിക്കും വായിക്കാനും എഴുതാനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും തന്നെ അറിയുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും അറിയാത്ത ഒരു ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ മാമിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കണേ. ഈ ക്ലാസ്സും നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് താങ്ക്സ്. നമ്മളെ ക്ലാസ് ഒന്ന് അവസാനിപ്പിക്കാം. എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ പുറത്ത് ഓർക്കുക, ക്ഷമിക്കുക. ഓക്കെ, താങ്ക്സ്. ഓക്കെ, നമ്മുടെ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്, നമുക്കിതെല്ലാം അറിയാം. പക്ഷെ നമുക്ക് അറിയാത്ത എന്താണെന്നറിയോ, നമുക്ക് അതിന്റെ പേര് അറിയില്ല. പോസ്റ്റ് ഓഫീസിൽ വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതെന്താണ് അതിന്റെ പ്രോപ്പർ നെയിം എന്താണെന്ന് നമുക്ക് അറിയില്ല. അതുപോലെ ജെൻഡേഴ്സ്, നമുക്ക് എല്ലാ ജെൻഡേഴ്സും അറിയാം, പക്ഷെ അതിന്റെ പ്രോപ്പർ നെയിം അറിയില്ല. അതാണ് എല്ലാവർക്കും പറ്റുന്നത്. എല്ലാം നമുക്ക് അറിയാം, പക്ഷെ അതിന്റെ പ്രോപ്പർ പേരിലൂടെ എല്ലാം നമുക്ക് പഠിച്ചതെന്ന് മാത്രം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം ക്ലാസ്. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. വീണ്ടും നമുക്ക് പറയാം, പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും വരാം കേട്ടോ. Okay, so thank you so much and see you on next class. Okay, bye to all. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, miss.